അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തി കൊന്നിട്ടുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാണ് ഞാനെന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ ഈ പറയുന്നത്? അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അതില്ല. ഇനി ഞാനത് പറഞ്ഞ് നടക്കാനുമില്ല. ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എൻ്റെ കുടുംബം പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണമല്ലോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷേ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയല്ലല്ലോ വേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പബ്ലിക്കിനെ നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. ഇപ്പോൾ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ഇട്ടിരുന്നല്ലോ. ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പം 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ, നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും? അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു ചൊല്ലുണ്ട്, രണ്ടാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ വേറൊരു സ്ഥിതിയുണ്ട്. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറൊരു സ്ഥിതിയുണ്ട്. ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താവും അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. മനസ്സിലായോ? എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെൻ്റ് ഉണ്ട്. ഒന്നുമില്ലാതെ വെറുതെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്നാണ്. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. ഒരു മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്നത് ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിൻ്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിൻ്റെ കുടുംബക്കാരും അൻവറിൻ്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 150 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ്. വിശദീകരണം അത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അത് അധികാരം നിലനിന്ന് പറ്റില്ല എന്നൊക്കെയാണ് മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാകുമ്പം പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തി കൊന്നിട്ടുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാണ് ഞാനെന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തണ് ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടൊരു വാറോല കൊടുക്കും, അതിനൊരു ഓർഡർ വരും. ഞാനാ വഴിക്കന്നെ പോകില്ല. ഇപ്പോൾ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു. ഹൈ സ്പീഡ് മെഷീനുകൾ വരും.
ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ദേശീയ പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ ഉയരാനുള്ള കാരണം അത് ഈ സ്വർണ്ണക്കടത്ത് ആഭാരപ്പണക്ക് പിടിച്ചതിൻ്റെ അസ്വസ്ഥതയാണെന്നാണ്. ഇപ്പോൾ ആവർത്തിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ. 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങൾ. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയുമോ? കസ്റ്റംസിന് അതിൽ ആക്ടിൻ്റെ അതിന് സൗകര്യമുണ്ട്, ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷേ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ഐസൻ്റെ ഇവൻ്റെ ഏജൻറ്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ല എന്നല്ലേ ഇതിന് പറയാം? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ. ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവർ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡാണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിൻ്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ഇതാർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാണ് വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റമായി. അപ്പോൾ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാൻ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് തട്ടാൻ്റെ അടുത്താണത് ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 റുപ്യ കൊടുക്കണം. പിന്നെ ചാർജ് ആർക്ക്? തട്ടാൻ്റെ ചാർജ്. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം റുപ്യയോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാർ കേസിൽ നിന്ന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ? ഈ 10-16 ലക്ഷം റുപ്യ ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാൻ കൊടുത്തിട്ടുണ്ട്. തട്ടാൻ്റെ കാര്യത്തിന് ഒരു എന്താ പറയുക, തട്ടാൻ എന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പോൾ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം റുപ്യ ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണോ? ആ പൈസ എവിടെ? ആരായും പൈസ കൊടുത്ത്? പോലീസ് കീശയിൽ നിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടി എടുത്തതിന് ഉരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കെന്താ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തേറെ സഹായിക്കാൻ നിൽക്കാന്ന് പറയും. ഒരു ഗ്രാമം പോവില്ല. ആ 1 കിലോ ഉരുക്കിയ മില്ലികൾ, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയുക, 100% കുട്ടിക്ക് അതിൽ പോയിന്റ് അതൊരു എന്താ പറയുക, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അത് ഉരുക്കി എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. അപ്പം ഇതിലത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാൻറ്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഉരുക്കി ആ ഡ്രസ്സിൻ്റെ ആരാണ്? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിൻ്റെ ബാക്കിലോ ഹോ ഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. അല്ല, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിൻ്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2.